ഓം ശ്രീം ഹ്രീം ക്ലീം നമോ നാരായണായ മഹാസുദർശനായ സഹസ്രാരഹുമ്പൾ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ത്രികോണ കോടീശ്വര യോഗം അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാർ ആരൊക്കെ എന്നുള്ളതാണ്. 2025 ഫെബ്രുവരി 13 കുംഭമാസം 1 മുതൽ 18 മാസം നീണ്ടു നിൽക്കുന്ന യോഗമായിരിക്കും ത്രികോണ കോടീശ്വര യോഗം, ഏകദേശം 1.5 വർഷക്കാലം. 2025 ത്രികോണ കോടീശ്വര യോഗം കുംഭമാസം 1 മുതൽ ആരംഭിക്കും. അതിൻ്റെ ഫലമായി 12 രാശിയിലെ 27 നക്ഷത്രക്കാർക്ക് വരുന്ന യോഗഫലങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നതാണ് പറയുന്നത്. മെയ് 14 വ്യാഴരാശി മാറ്റവും മാർച്ച് 28, 29 തീയതികളിലായിട്ട് ശനിയുടെ രാശി മാറ്റവും സംഭവിക്കും. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ശുക്രൻ്റെ രാശിമാറ്റം ജനുവരി 28 നടന്നു കഴിഞ്ഞു. ഈ 3 ഗ്രഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ 15 നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്നത്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൂടി മുൻനിർത്തി നിങ്ങൾ നിങ്ങളുടെ ജാതക വിചിന്തനം നടത്തി നിലവിലെ ദശ, അന്തർദശ, അപഹാരം എന്നിവയും വേഴൻ, ശനി, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ബലവാനാണോ, ശുഭനാണോ, നീചനാണോ എന്നുകൂടി പരിശോധിച്ച് യഥാവിധി ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തിയാൽ ഗുണഫലങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ലഭ്യമാകുന്നതായിരിക്കും. ഈ ത്രികോണ കോടീശ്വര യോഗം വഴി 1.5 വർഷക്കാലമാണ് ഇതിൻ്റെ യോഗം നിലനിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. 27 നക്ഷത്രക്കാരുടെ പറയുന്നു എങ്കിലും 15 നക്ഷത്ര ജാതകർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്നത്. ആ 15 നക്ഷത്രം ഇടയ്ക്ക് ഞാൻ പറയും, അവസാനമായിട്ട് പറയുന്നുണ്ടത്. പ്രധാനമായും ഭാഗ്യാനുഭവങ്ങൾ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ആയതിനാൽ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന അവസരങ്ങളെ ഒഴിവാക്കാതിരിക്കുക. അതിനെ മനസ്സിലാക്കി മാക്സിമം അത് ഉപയോഗപ്പെടുത്തി എടുക്കുവാൻ ശ്രമിക്കുക. ശ്രദ്ധാപൂർവം കാര്യങ്ങൾ നടപ്പിലാക്കി എടുക്കുവാനും ശ്രമിക്കുക എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ പറഞ്ഞ ഫെബ്രുവരി 13 ഗുരു ഇടവം രാശിയിലും കുജൻ അതായത് ചൊവ്വ മിഥുനം രാശിയിലും ചന്ദ്രൻ ചിങ്ങം രാശിയിലും ശിഖി അതായത് കേതു കന്നിരാശിയിലും മന്ദൻ, ശനി, ബുധൻ, രവി എന്നിവ, മന്ദൻ എന്ന് പറയുമ്പോൾ ശനിയാണ്, ശനി, ബുധൻ, രവി എന്നിവ കുംഭം രാശിയിലും രാഹു, ശുക്രൻ എന്നിവ മീനം രാശിയിലുമായിട്ടാണ് നിൽക്കുന്നത്. കൂടാതെ ബുധ ആദിത്യ യോഗവും ഗുരു രാഹു യോഗവും എന്ന് പറയുമ്പോൾ ഗുരു ചണ്ഡാല യോഗവും സംഭവിക്കുന്ന ഒരു സമയമാണ്. വ്യാഴം, ശനി, ശുക്രൻ എന്നീ ഗ്രഹങ്ങളിൽ പ്രധാനമായും കാരകത്വ സ്ഥാനം വരുന്നതും ശനിക്കാണ്. ശനി കർമാധിപ സ്ഥാനമാണ് ഉള്ളത്. കർമാധിപ സ്ഥാനത്താണ് ശനി വരുന്നത്. ഇനി ഏതൊക്കെ രാശിക്കാരാണ് ഈ ത്രികോണ കോടീശ്വര യോഗം അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വിശദമായിട്ട് നോക്കാം. സൂര്യൻ്റെ ഉച്ചരാശിയായിട്ടുള്ള മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക, കാല് എന്നീ നക്ഷത്രങ്ങളാണ് ആദ്യമായിട്ട് വരുന്നത്. മേടം രാശിക്കാർ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നേടുവാൻ സാധിക്കും എന്നുള്ളതാണ്. കർമ്മരംഗം അതായത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഉന്നതിയിലെത്തും. തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏവരുടെയും സഹായഹസ്തങ്ങൾ നിങ്ങൾക്ക് പിന്തുണയായിട്ട് വന്നു ചേരും. കൂടാതെ തന്നെ കുടുംബപരമായിട്ടും ദാമ്പത്യപരമായിട്ടും നിലനിന്നിരുന്ന വിഷമതകളൊക്കെ മാറിക്കിട്ടുകയും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും. വർഷത്തിൻ്റെ പകുതി കഴിയുന്നതോടെ ഈ ഫലങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ മേടം രാശിക്കാർക്ക് കഴിയുന്നതായിരിക്കും. ധനപരമായി ഉയർച്ചകൾ പ്രതീക്ഷിക്കാം. കുടുംബസ്വത്ത് കയ്യിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്.
യഥാവിധി നവഗ്രഹ പൂജയും പ്രാർത്ഥനയും കൊണ്ട് ഈ യോഗം കൂടുതലായി അനുഭവത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് വരുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിയിൽ കാർത്തിക മുക്കാൽ, രോഹിണി, മകയിര, മര എന്നീ നക്ഷത്ര ജാതകരാണ് ഉൾപ്പെട്ടു വരുന്നത്. ഇടവം രാശിക്കാർ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒന്നിൽ കൂടുതൽ തവണ ആലോചിച്ചായിരിക്കണം എന്നുള്ളതാണ്. ഏതൊരു പ്രവർത്തിക്കും, ഏതൊരു സംരംഭത്തിന് ഇറങ്ങിയാലും നല്ല രീതിയിൽ ആലോചിച്ചായിരിക്കണം ആ കാര്യങ്ങൾ ചെയ്യുവാൻ. ശത്രുക്കളുടെ ശല്യം ഉണ്ടായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയം കൂടിയാണ്. കൂടാതെ മാനസിക സംഘർഷങ്ങൾക്കും വഴിയുണ്ടായേക്കാം. യഥാവിധി ദോഷപരിഹാരങ്ങളിലൂടെ ഈ പ്രതിസന്ധികളെ മറികടക്കുവാൻ സാധിക്കും. വർഷത്തിൻ്റെ ആദ്യ പകുതിയോടെ സാമ്പത്തിക രംഗം ഉയർച്ചയിൽ വന്നു ചേരുന്നതാണ്. നല്ല ബന്ധങ്ങൾ വഴി പുതിയ തൊഴിൽ മേഖലകളിൽ പ്രവേശിക്കുവാൻ കഴിയും. വിദേശയാത്രയ്ക്ക് യോഗം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ദാമ്പത്യ ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കുടുംബാന്തരീക്ഷം സമാധാനപരമായി തീരും. ഇടവം രാശിക്കാരും നവഗ്രഹ പൂജ നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും എന്ന് പറയുന്നു. തുടർന്ന് മിഥുനം രാശിയാണ്. ഈ രാശിയിൽ വരുന്നത് മകയിരം അര, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രജാതകരാണ്. മിഥുനം രാശിക്കാർക്ക് കുംഭമാസത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാം. പ്രധാനമായും ധനസമ്പാദനത്തിനായി കുറച്ച് അധ്വാനം വേണ്ടി വരുന്ന സമയമാണ്, അധ്വാനിക്കേണ്ട സമയമാണ്. വർഷത്തിൻ്റെ പകുതിയോടെ ഈ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. ഒന്നിലധികം മേഖലകളിൽ നിന്ന് ധനം വന്നു ചേരുന്നതാണ്. ഒന്നിൽ കൂടുതൽ തൊഴിൽ മേഖല എന്ന് തന്നെ പറയാം. കൂടാതെ വിവാഹം, ദാമ്പത്യം എന്നിവയിൽ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ കൈവരിക്കുവാൻ സാധിക്കും. പ്രണയബന്ധങ്ങൾ വിജയിക്കുവാൻ ഉള്ള സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് പരമായി സാമ്പത്തിക നേട്ടം വന്നു ചേരുന്നതാണ്. മിഥുനം രാശിക്കാർ നവഗ്രഹ പൂജ നടത്തി പ്രാർത്ഥിക്കുന്നതും ഗ്രഹദോഷങ്ങൾ അകറ്റുവാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതായി കർക്കിടകം രാശിയാണ്. ഈ രാശിയിൽ വരുന്നത് പുണർദം കാല്, പൂയം, ആയില്യം എന്നീ നക്ഷത്ര ജാതകരാണ്. കർക്കിടകം രാശിക്കാർക്ക് തൊഴിൽ മണ്ഡലത്തിൽ ഉയർച്ചയുണ്ടാകുന്ന സമയമാണ്. ജോലിക്കയറ്റം, ശമ്പള വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം. ബിസിനസ് പരമായി മറ്റുള്ളവർക്ക് ഒന്നിലധികം രംഗങ്ങളിൽ ശോഭിക്കുവാൻ കഴിയും. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുവാനും പരീക്ഷകളിൽ വിജയിക്കുവാനും സാധിക്കും. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യം വന്നു ചേരും. സന്താനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ പ്രയോഗിക്കുന്ന വാക്കുകളുടെ കാര്യങ്ങളിൽ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം നടത്തുക. സാമ്പത്തിക ലാഭം ഉറപ്പായും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുവാനുള്ള യോഗവും കാണുന്നുണ്ട്. കർക്കിടക രാശിക്കാരും നവഗ്രഹ പൂജ നടത്തി പ്രാർത്ഥിക്കുക. അതുവഴി ഗ്രഹദോഷ പരിഹാരം ഉണ്ടാകും. തുടർന്ന് വരുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ വരുന്നത് മകം, പൂരം, ഉത്രം കാൽ എന്നീ നക്ഷത്ര ജാതകരാണ്. ചിങ്ങം രാശിക്കാർക്ക് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്തു പോകുവാൻ സാധിക്കും. പ്രധാനമായിട്ട് പറയുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. ആത്മാർത്ഥതയും അർപ്പണ മനോഭാവവും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കും. ചിങ്ങം രാശിക്കാർക്ക് വളരെ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരുകയും ആരോഗ്യപരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഏതൊരു രംഗത്തും ശോഭിക്കുവാൻ സാധിക്കുകയും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുകയും ചെയ്യും. കൂടാതെ സുഹൃത്തുക്കളുടെ പിന്തുണയുണ്ടാവുകയും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗം വന്നു ചേരുകയും സന്താനങ്ങളാൽ അഭിമാനത്തിന് വഴിയുണ്ടാവുകയും ചെയ്യുന്നതാണ്. ചിങ്ങം രാശിക്കാർ നവഗ്രഹ പൂജ നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അടുത്തതായി കന്നിരാശിയാണ്. കന്നിരാശിയിൽ വരുന്നത് ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരാര എന്നീ നക്ഷത്ര ജാതകരാണ്. കന്നിരാശിക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ചില സ്വരച്ചേർച്ചകൾ, അതായത് ജീവിതത്തിൽ വാക്കുകൾ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സംസാരത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ, പ്രശ്നങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നു ചേരാം.
ആത്മീയമായിട്ട് ഉയർച്ച സംഭവിക്കുന്ന സമയമായിരിക്കും. ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ സാധിക്കും. വർഷത്തിൻ്റെ ആദ്യ പകുതി വരെ ധനപരമായ ഇടപാടുകൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വർഷാവസാനത്തിൽ സാമ്പത്തിക പുരോഗതി വന്നു ചേരുന്നതാണ്. സുഹൃത്തുക്കളെ അംഗീകരിക്കുന്നത് പോലെ കുടുംബാംഗങ്ങളെയും അംഗീകരിക്കുവാൻ ശ്രമിക്കുക. എടുത്തു പറഞ്ഞാൽ കുടുംബത്തിനായിരിക്കണം മുൻതൂക്കം നൽകുവാൻ എന്ന് സാരം. കന്നിരാശിക്കാരും നവഗ്രഹ പൂജ നടത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അടുത്തതായി തുലാം രാശിയാണ്. ഈ രാശിയിൽ വരുന്നത് ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. തുലാം രാശിക്കാർക്ക് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഗുരു രാഹു യോഗം എന്ന് വന്ന് ഭവിക്കുവാനുള്ള യോഗം കാണുന്നു. അത് ആദ്യമേ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് യോഗങ്ങൾ ഏതൊക്കെയാണെന്ന്. പ്രധാനമായും തുലാം രാശിക്കാർ ജാതക പരിശോധന നടത്തി യഥാവിധി ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തുക. തുലാം രാശിക്കാരായ ചില ജാതകർക്ക് തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. വർഷത്തിൻ്റെ പകുതിയോടെ അതിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങും. ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അകന്നു പോവുകയും കുടുംബത്തിൽ സന്തോഷം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. വർഷാവസാനത്തോടെ സാമ്പത്തികപരമായി നല്ലൊരു അടിത്തറ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. തുലാം രാശിക്കാർ നവഗ്രഹ പൂജ നടത്തി പ്രാർത്ഥിക്കുന്നതും പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കുവാൻ സാധിക്കുന്നതാണ്. തുടർന്ന് വരുന്നത് വൃശ്ചികം രാശിയാണ്. ഈ വൃശ്ചികം രാശിയിൽ വരുന്നത് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. പ്രധാനമായും വൃശ്ചിക രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്നുള്ളതാണ്. എന്നിരുന്നാലും അധിക ചിലവ് വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നു. തൊഴിൽപരമായി കുറച്ച് പരിശ്രമം ആവശ്യമായി വരുന്ന സമയം കൂടിയാണ്. വർഷത്തിൻ്റെ പകുതിയോടെ തടസ്സങ്ങളെല്ലാം അകന്ന് മാറിപ്പോകുന്നതാണ്. എല്ലാ മേഖലയിലും വിജയിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. വർഷ അവസാനത്തോടെ പ്രവർത്തന മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നതാണ്. കൂടാതെ വർഷത്തിൻ്റെ പകുതി വരെ ക്ഷമാശീലം ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒറ്റയ്ക്കുള്ള യാത്രകൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വൃശ്ചികം രാശിക്കാർ നവഗ്രഹ പൂജ നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും. അടുത്തതായിട്ട് വരുന്നത് ധനു രാശിയാണ്. ഈ രാശിയിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാല് എന്നീ നക്ഷത്രങ്ങളാണ്. ധനുരാശിക്കാർക്ക് തൊഴിൽ ഉന്നതിയും പുതിയ ബിസിനസ് സംരംഭങ്ങൾ നടത്തുവാൻ ഉള്ള അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യും. കൂടാതെ തടസ്സത്തിൽ നിന്നിരുന്ന പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങുവാൻ സാധിക്കും. അത് ഏത് പ്രവർത്തനമായാലും തടസ്സപ്പെട്ട് കിടക്കുന്ന ഗൃഹനിർമ്മാണം, പ്രോജക്റ്റ് വർക്കുകൾ, കരാർ വർക്ക്, അങ്ങനെയുള്ള എല്ലാം സാധിക്കും. ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ പുതുക്കി പണിയുവാനുള്ള സാഹചര്യം എന്നിവയൊക്കെ സാധിച്ചെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള സമയമാണ്. ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്ന രീതിയിലായിരിക്കും ധനുരാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത്. ഗുണദോഷ സമ്മിശ്രമായിരിക്കും എന്നാണ്. വർഷത്തിൻ്റെ അവസാനത്തോടെ ധനപരമായി ഉയർച്ചകളുണ്ടാകും. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി സാധ്യത വർഷത്തിൻ്റെ പകുതി കഴിയുന്നതോടെ സാധ്യമായി തീരും. ധനുരാശിക്കാരും നവഗ്രഹ പൂജ നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഉപയോഗപ്രദമായിരിക്കും. അടുത്തതായിട്ട് വരുന്നത് മകരം രാശിയാണ്. ഈ മകരം രാശിയിൽ വരുന്നത് ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര എന്നീ നക്ഷത്ര ജാതകരാണ്. മകരം രാശിക്കാർക്ക് എല്ലാവിധ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. എല്ലാ പ്രയാസങ്ങളും മറികടന്ന് പോകുവാൻ സാധിക്കുന്നതാണ്. കുടുംബപരമായി സമാധാനം വന്നു ചേരുന്നതാണ്. വർഷത്തിൻ്റെ പകുതിയോടടുക്കുമ്പോൾ കുടുംബാംഗങ്ങൾ തമ്മിൽ ചെറിയ രീതിയിലുള്ള വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെന്ന് മനസ്സിലാക്കിയിട്ട് ക്ഷമയോടുകൂടി പ്രതികരിക്കുന്നതായിരിക്കും ഉത്തമം. തൊഴിൽപരമായിട്ട് നിലനിന്നിരുന്ന ശത്രുതയിൽ മാറ്റങ്ങളുണ്ടാകും. തൊഴിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ്. തൊഴിലിൽ ഉയർച്ച ഉണ്ടാവുകയും മേലുദ്യോഗസ്ഥരുടെ പ്രശംസകൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിക്കും. സഹോദര സ്ഥാനം ബലമുള്ളതായി തീരും. കുറേ നാളുകളായിട്ടുള്ള ആഗ്രഹം സാധിച്ചെടുക്കുവാനും പറ്റുന്നതാണ്. മകരം രാശിക്കാർ നവഗ്രഹ പൂജ നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും. അടുത്തതായി കുംഭം രാശിയാണ്. ഈ രാശിയിൽ വരുന്നത് അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. കുംഭം രാശിക്കാർക്ക് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരുന്നൊരു സമയമാണ്. കൂടുതലായിട്ട്
ജോലിയിൽ ശ്രദ്ധിച്ച് അതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയമെടുക്കേണ്ട ഒരു സമയം വരും. വർഷത്തിൻ്റെ അവസാനത്തോടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ചകൾ സംഭവിക്കും. കുംഭരാശിക്കാർ ദിനചര്യകളിൽ ശ്രദ്ധിക്കണം. പ്രധാനമായും ഭക്ഷണകാര്യങ്ങളിൽ ആണ് ശ്രദ്ധ വേണ്ടത്. ആരോഗ്യപരമായ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകേണ്ട സമയമാണ്. യാത്രകൾ, സാഹസിക പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ശ്രദ്ധാപൂർവം ചെയ്യുക. അസ്ഥിഭംഗം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൂടാതെ ശിരോരോഗങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ മാനസിക സ്ഥിതിയിൽ തകർച്ചകൾ ഉണ്ടാകാം. വർഷത്തിൻ്റെ ആദ്യ പകുതി കഴിയുന്നതോടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ഈ സമയത്ത് പരിഹരിക്കുവാൻ സാധിക്കും. കുംഭരാശിക്കാർ നവഗ്രഹ പൂജ നടത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അടുത്തതായിട്ട് വരുന്നത് മീനം രാശിയാണ്. ഈ രാശിയിൽ വരുന്നത് പൂരുരുട്ടാതി, കാല്, ഉത്തിരുട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം വഴി പല രീതിയിലുള്ള വളർച്ചകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കോപ സ്വഭാവം, സംസാര രീതി എന്നിവ പ്രധാനമായും നിയന്ത്രിക്കുവാൻ ശ്രദ്ധിക്കുക. തൊഴിൽ മേഖലയിലും സമൂഹത്തിലും ശ്രദ്ധയോടെ തന്നെ വാക്കുകൾ പ്രയോഗിച്ചില്ലെങ്കിൽ തൊഴിലിനെ ദോഷകരമായി ബാധിക്കുകയും ശത്രുത ഉണ്ടാക്കിയെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. കുടുംബത്തിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായി വരും. വർഷത്തിൻ്റെ പകുതിയോടെ ധനപരമായിട്ട് പുരോഗതി ഉണ്ടാകും. തൊഴിൽപരമായിട്ട് അധ്വാനം വേണ്ടി വരുന്ന സമയം കൂടിയാണ്. മീനം രാശിക്കാർ നവഗ്രഹ പൂജ നടത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഈ രീതിയിലാണ് ഇപ്പോൾ വരാൻ പോകുന്ന ത്രികോണ കോടീശ്വര യോഗം വഴി 12 രാശിയിലെ 27 നക്ഷത്ര ജാതകർക്ക് വരുന്ന അനുഭവങ്ങൾ പ്രധാനമായിട്ടും ഈ രീതിയിലാണ് വരുന്നത്. ഇനി പ്രധാനമായിട്ട് 15 നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇതിൽ കൂടുതലായിട്ട് ശുഭഫലങ്ങൾ വന്നു ചേരുന്ന 15 നക്ഷത്രങ്ങൾ ഈ പറയുന്നതാണ്: അശ്വതി, ഭരണി, കാർത്തിക, തിരുവാതിര, ആയില്യം, മകം, പൂരം, ഉത്രം, ചോതി, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, ചതയം, രേവതി. ഈ നക്ഷത്ര ജാതകർക്കാണ് ത്രികോണ കോടീശ്വര യോഗം വഴി ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.